പത്തനംതിട്ട കലഞ്ഞൂർ അനന്തു കൊലക്കേസിൽ പ്രതി ശ്രീകുമാറിന് ജീവപര്യന്തം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും ഹീനമായ കുറ്റകൃത്യമെന്നും പ്രതി ദയ അർഹിക്കുന്നില്ലെന്നും ജില്ലാ സെഷൻസ് കോടതി. 2023 ഫെബ്രുവരിയിലായിരുന്നു അനന്തുവിനെ ശ്രീകുമാർ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യയുമായി അനന്തുവിന് ബന്ധമുണ്ടെന്ന് സംശയിച്ചായിരുന്നു ശ്രീകുമാർ അനന്തുവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. സുഹൃത്തുക്കൾക്കൊപ്പം കലഞ്ഞൂർ കനാലിനോട് 1/2 കിലോമീറ്റർ അകലത്തായി ഇരിക്കുകയായിരുന്ന അനന്തുവിനെ എല്ലാവരും പോയ ശേഷം കമ്പി കൊണ്ട് തലക്കടിച്ച് ശ്രീകുമാർ കൊലപ്പെടുത്തി. പിന്നീട് മൃതദേഹം കനാലിൽ ഉപേക്ഷിച്ചു. 2 ദിവസത്തിനു ശേഷം അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും കനാലിലേക്ക് അനന്തുവിനെ കൊണ്ടുപോയ സ്ഥലത്ത് നിന്നും ചോരപ്പാടുകൾ പോലീസ് ശേഖരിച്ചു. മൃതദേഹത്തിൽ അടിയേറ്റതിന്റെ പാടുകൾ കണ്ടതോടെ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചു. ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും അനന്തുവിന്റേത് മുങ്ങിമരണമല്ല കൊലപാതകമെന്ന് തെളിഞ്ഞു. ഇതോടെ സംഭവം നടന്ന 2 ദിവസത്തിനകം അയൽവാസിയായിരുന്ന ശ്രീകുമാർ പിടിയിലായി. സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചായിരുന്നു പിന്നീടുള്ള അന്വേഷണം. പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതോടെ ശ്രീകുമാറിന് ജീവപര്യന്തം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ദയ അർഹിക്കാത്ത കുറ്റമാണ് പ്രതി ചെയ്തതെന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് 3ാം കോടതി ജഡ്ജി പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു. 28 വയസ്സായിരുന്നു കൊല്ലപ്പെട്ട അനന്തുവിന്. മീഡിയ 1 പത്തനംതിട്ട.